പ്രിയപ്പെട്ട ഒരാളെ നഷ്ടമാകുമ്പോൾ നമ്മുടെ നെഞ്ചിൽ ഒരു ഒരു കല്ല് നമുക്കറിയാം. പക്ഷേ പ്രിയപ്പെട്ട ഒരാൾ മൺമറഞ്ഞു പോകുമ്പോൾ, അതും ഒരിക്കലും വിചാരിക്കാത്തൊരു സമയത്ത്, അസാധാരണമായ സാഹചര്യത്തിൽ, നമുക്കറിയാം ഒരു അപകടത്തിലൊക്കെ ഇങ്ങനെ പോകുമ്പോൾ, അതിലും ഇത്രയും വലിയൊരു അപകടം ഉണ്ടാകുന്നു. എല്ലാം, അതായത് കഴിഞ്ഞ വ്യാഴാഴ്ച ഒരു 10 മണി, ഒരു 9 മണി വരെ ഈ വീട്ടിലെല്ലാം സാധാരണ നിലയിലായിരുന്നു. അമ്മൂമ്മ മണിയമ്മയെ നമ്മൾ കണ്ടിട്ടുണ്ട്. എല്ലാം സർവ്വസാധാരണമായിരുന്നു. പക്ഷേ ഒരൊറ്റ നിമിഷം കൊണ്ട്, ഒരൊറ്റ മൊമെന്റിൽ ആ CCTV ദൃശ്യങ്ങൾ നെഞ്ചു പിടയ്ക്കാതെ, നെഞ്ചുലയാതെ നമുക്ക് കാണാൻ കഴിയില്ലായിരുന്നു. സ്കൂളിലെ CCTV ദൃശ്യങ്ങൾ ഒരൊറ്റ മൊമെന്റിൽ, ഒരൊറ്റ സെക്കൻഡിൽ മിഥുൻ എന്ന് പറയപ്പെടുന്ന കുടുംബത്തിന്റെ അത്താണി നഷ്ടപ്പെട്ടു നമുക്കെന്നുള്ളതാണ് ഒരു റിയാലിറ്റി, ഒരു യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യം നമുക്ക് ഏത് രീതിയിൽ, ഏതവസ്ഥയിൽ ആ അമ്മയെ പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയും എന്ന് നമുക്കറിയില്ല. അമ്മയ്ക്കത് മനസ്സിലാവുകയില്ല. കരഞ്ഞു 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 ഒരു പക്ഷേ ജീവിതത്തിന്റെ അവസാന നാൾ വരെ വേദനിച്ച് അങ്ങനെ ആ രീതിയിലേ അത് അവസാനിക്കുള്ളൂ എന്ന് നമുക്കറിയാം. കാരണം മക്കൾ നഷ്ടപ്പെടുന്ന അമ്മമാരുടെ വേദന, അത് അത്രത്തോളം വലിയ വേദനയാണ്. അല്ലെങ്കിൽ മക്കൾ നഷ്ടപ്പെടുന്ന മാതാപിതാക്കളുടെ വേദന, അത് അത്രത്തോളം വലിയ വേദനയാണ്. ആ വേദനയെ നമുക്ക് വിവരിക്കാൻ പോലും കഴിയാത്തത്ര വേദനയാണ്. കാരണം അവരുടെ പ്രതീക്ഷയാണ്, അവരുടെ ജീവിതത്തിന്റെ വഴിയാണ്, അവരുടെ ജീവിതത്തിന്റെ വെളിച്ചമാണ് മക്കൾ. അപ്പോൾ പെട്ടെന്നൊരു ദിവസം, ഒരു മൊമെന്റിൽ മകനില്ലാതായി, മകൻ ഭൂമിയിൽ ഇനിയില്ല, തങ്ങൾക്കൊപ്പം ഇല്ല എന്നൊക്കെ അറിയുന്ന ഒരമ്മയെ നമുക്ക് എങ്ങനെ വേദനിപ്പിക്കാനാണ്? ഞാൻ ഈ മണിക്കൂറുകളിലൊക്കെ ആലോചിച്ചിരുന്നത്, നെടുമ്പാശ്ശേരിയിൽ നിന്നും അവർ ഈ വീട് വരെ യാത്ര ചെയ്യുമ്പോൾ ആ അമ്മ സുജയുടെ മനസ്സിലെ മാനസികാവസ്ഥയാണ്. കാരണം നമുക്കൊരിക്കലും വിവരിക്കാൻ കഴിയാത്ത, നമുക്കൊരിക്കലും ആശ്വസിപ്പിക്കാൻ കഴിയാത്തൊരു വേദന. ആ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന്റെ വാതിൽ വഴി പുറത്തേക്കിറങ്ങി ഇളയ മകനെ കാണുമ്പോൾ ആ അമ്മ സുജയുടെ കരച്ചിൽ നമ്മൾ കണ്ടതാണ്, ആ കണ്ണീർ നമ്മൾ കണ്ടതാണ്. മനുഷ്യനായി ജനിച്ചു പോയാൽ ഇത്തരം വേദനകൾ നേരിടണമെന്നൊക്കെ പറയും. പക്ഷേ ഈ മൊമെന്റിൽ, ഈ മിനിറ്റിൽ ആ വേദന നമ്മൾ എങ്ങനെ നേരിടും എന്നുള്ളത് ഏറ്റവും വലിയ നോവാണ്, ഏറ്റവും വലിയ വേദനയാണ്. നമുക്കതാ ഈ വീട്ടിൽ നേരത്തെ വിജയകുമാർ സൂചിപ്പിച്ചു, തകർന്നു വീഴാറായി വീടിന്റെ ഭിത്തിയിൽ മിഥുന്റെ വരകളും വരികളും മാത്രം ഒരു നോവായി ഇനി അവശേഷിക്കും. ഈ ഭൂമിയിൽ മിഥുന്റെ ഭൗതികത ഇല്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.